they have no commitments at all. Marsന്റെ multi pods I love. പൈസ ഇല്ല. സത്യം പറഞ്ഞാ നമ്മൾ പണിയെടുക്കുന്നതേ സ്കിൻ കെയർ വാങ്ങാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഹോട്ട് സിറ്റി അലീന. ഇന്ന് ഇവളാണ് എന്നെ ഒരുക്കാൻ പോകുന്നത്. എനിക്കങ്ങനെ മേക്കപ്സിനെ പറ്റി അധികം ഐഡിയ ഇല്ല. ഇവിടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതെ, ഞാനാണ് ഇന്ന് തരാം. ഞങ്ങൾ സൺഡേ ആണ്, സോ പുറത്തു പോവാ. അതിന് മുന്നേ വീഡിയോ എടുക്കാം. ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര കിരിയും പമ്പുണ്ട്. എപ്പോഴാണ് വഴക്കിടുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. സുന്ദർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് സ്കിൻ പ്രിപ്പറേഷൻ. സ്കിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് മോയ്സ്ചറൈസർ ഒക്കെ കഴിഞ്ഞു. സൺസ്ക്രീൻ ഒക്കെ കഴിഞ്ഞിട്ടില്ല. സൺസ്ക്രീൻ ഉച്ചയ്ക്കാണ് പുറത്തുള്ളൂ, സോ സൺസ്ക്രീൻ മസ്റ്റ്. സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ് ബ്യൂട്ടി ഓഫ് ജോയ്സ്. അപ്പൊ എഴുതിയിട്ടില്ല, ഇട്ടിട്ടില്ല. പിശിക്കാണ് ഈ കാര്യത്തിൽ. നമ്മൾ ഈ പിശിക്കരുത്. സൺസ്ക്രീൻ നമ്മൾ നന്നായിട്ട് ഇടണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. പക്ഷെ എന്നാലും ഒരു വിഷമം അറിയാലോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വില. സത്യം പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നതേ സ്കിൻ കെയർ വാങ്ങാൻ. വേറൊന്നുമില്ല ദൈവമേ, ഇതിൻ്റെയൊക്കെ വില ആയിട്ടാ. എന്റെ അമ്മയൊക്കെ പറയാതെ കേൾക്കണം. ഉള്ള പൈസ കൊണ്ട് സൺസ്ക്രീൻ കുറച്ചിട്ടല്ലേ നമ്മൾ ഇടുന്ന. ഈ ഫൗണ്ടേഷൻ SPF 50 PA++++ ഒക്കെ ഉണ്ട്. സോ കവറേജ് ഉണ്ട്. 4+. ഞാൻ ആദ്യമായിട്ട് ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഫസ്റ്റ് റിവ്യൂ ഒക്കെ പറഞ്ഞു വെച്ചാൽ മതി. പറഞ്ഞത് എനിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. കാരണം എനിക്ക് ഓൾറെഡി കുറേ സ്കാർസ് ഉണ്ട് ഫേസിൽ. ഇവിടെയൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഞാനൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, കണ്ടിന്യൂ. സൺസ്ക്രീൻ ഇട്ട് സെറ്റ്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇനി വേണ്ടത് പ്രൈമറാണ്. പക്ഷേ എൻ്റെ പ്രൈമർ തീർത്തത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വരാതിരിക്കണം. ഇതിനിപ്പോൾ ഇന്നും കൂടി യൂസ് നമ്മൾ തീർക്കും. ഇത് ഏത് പ്രൈമറാ? ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാ. പ്രൈമർക്കാം മോയ്സ്ചറൈസർക്കാം ഒരു ഹൈലൈറ്ററാ. നല്ല ഗ്ലോ ഒക്കെ കിട്ടും സ്കിന്നിന്. അല്ല, തിളങ്ങി നിൽക്കും. ഇത് തീർന്നു. നമുക്ക് നമ്മൾ എച്ചികളായതുകൊണ്ട് നമുക്ക് ഇത് തീർത്തതിൻ്റെ എല്ലാം എടുക്കണം. കഴിഞ്ഞു. ഇനി ഓണം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയത് വാങ്ങിക്കേണ്ടി വരും. ഓണത്തിന് പൊളിക്കും. ഓണത്തിന് നമ്മൾ ഡൈറ്റ് ഒന്നും ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ തോന്നും. ലൈക്ക് ഒരു പ്രൈമർ കം മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ അടുത്തുനിന്ന് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സമ്മാനമൊന്നുമില്ല. സോ അത് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ എടുത്തതായിരിക്കും. അതാണ് കഴിവുകൾ. ഞാൻ ഭയങ്കര കഴിവുകൾ. അതെ പറഞ്ഞത് ഞാനാണ്. ഓക്കെ, ഗ്ലോ ഒക്കെ ഒന്നില്ലേ? ഗ്ലാസ് ലുക്ക് ഒന്നുമില്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ട് മാസിൻ്റെ ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. ഇത് SPF ഒക്കെ ഉണ്ട്, കാണാൻ പറ്റും. കണ്ടോ, 50 കുറയുണ്ട്. 50 അല്ല, SPF 50 ഉണ്ട്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി സൺസ്ക്രീൻ. കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പൊ. പുറകെ വരുന്നുണ്ട്, സഭ വരുന്നുണ്ട്. 03 ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? 03 അതിന്റെ ഷെയ്ഡ്. ഇതൊരു നോർമൽ ടു ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണുകാർക്ക് സ്യൂട്ട് ആവും. കുറച്ച് ഓക്സിഡൈസ് ആവുന്നതാ. സോ നമ്മുടെ ഒരു സ്കിന്നിന്റെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് വാങ്ങിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ഇത് ഓക്സിഡൈസ് ആവും. സോ അപ്പം നമ്മുടെ സ്കിന്നായിട്ട് ഓക്കെ ആയിക്കോളും. ഇതൊരു ചെറിയ പമ്പ് എടുത്താൽ മതിയോ? കുറച്ച് പമ്പ് മതി. പിന്നെ എൻ്റെ ഞാൻ മെയിൻലി യൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് സ്പഞ്ചോ മേക്കപ്പ് ബ്രഷോ എല്ലാം എൻ്റെ കൈകളാണ്. എല്ലാം എൻ്റെ കൈ നമുക്ക് കൈയാണ് ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് കൈ തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നോ, ഇത് നമ്മൾ ഒരു സ്പോട്ട് ആയിട്ട് ഇങ്ങനെ സ്കിന്നിൽ എവിടെയൊക്കെ. പിന്നെ ഉണ്ട് കേട്ടോ കൺസീലർ, കളർ കറക്ഷൻ, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ മേക്കപ്പ് നമ്മൾ മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഈ ഓഫീസിൽ പോകുന്നവർക്ക്, കോളേജ് സ്റ്റുഡൻസിന്, പിന്നെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് വരുന്നത്. വളരെ ഹെവി മേക്കപ്പ് ഉണ്ട്. അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ്. ഞങ്ങൾ അങ്ങനെ പൊതുവെ എല്ലാം ഒന്നും വാങ്ങിക്കില്ല. ജസ്റ്റ് മോയ്സ്ചർ, എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ എല്ലാവരുടെ കയ്യിലുള്ളത് നല്ലതാണ്. എൻ്റെ അടുത്ത് അതുപോലെ ഇല്ല. ഞാനത് പോയി. എനിക്ക് കൂടുതലും ഞാൻ ചിലവാക്കുന്ന സ്കിൻ കെയറിലാണ്. ഞാൻ രണ്ടിലും ചിലവാക്കി. എല്ലാം കൈ വെച്ച് നിങ്ങൾ സുന്ദരിയായിട്ടുണ്ട്. വെളുത്തു. അതെ ദിസ് ഇസ് നോട്ട് പുട്ടി. ഈ തണ്ടികൾക്കൊക്കെ ഒരു വിചാരം ഇതൊക്കെ പുട്ടിയാണ്. നല്ല വൃത്തിയാണ്, നല്ല വൃത്തി. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ ബനാന പൗഡർ, പൗഡർ പല പൗഡർ നമ്മൾ നോർമൽ പൗഡർ എടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ബ്ലെൻഡ് ചെയ്തത് പക്കയാണ്. കണ്ണാടി വന്നാലും കണ്ണാടി വേണ്ടതല്ലേ. പക്ഷെ എനിക്ക് വേണം. സോ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് കണ്ണാടിയുടെ ആവശ്യമില്ല. അച്ചി
ലുക്ക് ഒരു വാണിംഗ് ലുക്ക് വരുന്നില്ല. ഡീസെന്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ബേസ് ഇത്രയൊക്കെ ഉള്ളൂ. അത് പറഞ്ഞില്ലേ, നമുക്ക് ഇച്ചിരി ഡാർക്ക് സർക്കിൾ ഉണ്ട്. സോ ഷെയ്ഡ് അനുസരിച്ചുള്ള കൺസിലർ യൂസ് ചെയ്താൽ നല്ലതാണ് ഒരു ഫുള്ളി പ്രിപ്പറേഷൻ മേക്കപ്പിന്. പക്ഷെ നമ്മൾ അറിയാം രണ്ട് കൈസ് ഉറങ്ങണം, എല്ലാവരും ഉറങ്ങണം, ഇവിടെ ഓർമ്മില്ല. ഓക്കെ, ഇനി ഇത് സെറ്റ് ചെയ്യാൻ നമ്മൾ ക്യൂട്ടിക്യൂറ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. കൊണ്ടതില്ല, എടുത്തിട്ട് പട്ടുവർ എടുത്തില്ല. പട്ടുവറിന്റെ കൂടെ കണ്ണാടി. എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊക്കെ മാസാണ്. പണ്ടൊക്കെ വലിയ വലിയ റിച്ച് ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഏതാണ് റിച്ച് ബ്രാൻഡ്? മാക്കൊക്കെ വാങ്ങിക്കായിരുന്നു. പക്ഷെ ഇത് വെച്ചിട്ട് ഇത് തന്നെ മതിയാവും. ഞാനൊക്കെ തന്നെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ കോമ്പാക്ട് പൗഡർ നമ്മുടെ വേണേ യൂസ് ചെയ്യാം. എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇനി നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യണ്ടേ. ഐബ്രോസ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഷേപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ എവറി ലുക്ക് നമ്മുടെ ഫേസേ ചേഞ്ച് ആവും ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ. സോ ഐബ്രോസ് അതിനും ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിന്റെ മൾട്ടി പോട്ട്സ് ഐ ലവ് യു മാസിന്റെ ഇതാണ്. ഇത് ബ്ലാക്ക് ആ ഷെയ്ഡ്. ചില ആൾക്കാർ ബ്രൗൺ എന്ന് പറയും, പക്ഷെ എനിക്കിപ്പോഴും ബ്ലാക്ക് ആണ് കംഫർട്ടബിൾ. എന്താണെന്ന് എനിക്കറിയില്ല. ബ്രൗൺ എന്ന് ചെമ്പിച്ചിരിക്കും. നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് എഴുതാൻ വൃത്തിക്ക് എഴുതണം, അല്ലാതെ മേക്ക് ഓവർ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല. ഓ, കൊച്ചി, ഇടുക്കി, മൂന്നാർ കേട്ടോ. അടിമാലിയിലുള്ളവർ അലീന സജിയെ കോൺടാക്ട് ചെയ്താണ് മേക്കപ്പ് എല്ലാം ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മളൊരു സ്പൂള് വെച്ചിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വേറൊരു സ്പൂള് കൊണ്ടുവന്നത് എന്ത് ഞാൻ ഇപ്പൊ കയ്യിലോട്ട് തന്നായിരുന്നേ, എനിക്ക് തന്നില്ല. നിന്റെ ഇതാണോ സ്പൂളി? ഇത് സ്പൂളിയല്ലോ. ഇത് സ്പൂളിയല്ല, ഇത് ബ്രഷാ. ഇത് ഒരു മൾട്ടി പർപ്പസ് ആണ്. ഇത് വാങ്ങിച്ച നല്ല കുറെ നാൾ ലാസ്റ്റ്. ഇതിൽ ഈ നമ്മൾ മണ്ടയ്ക്ക് ചെയ്തൂലേ ഐ ലൈനർ ഉണ്ട്, ജെൽ ഐലൈനർ. ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യാറില്ല. ഇവന്മാർ പിന്നെ മണ്ടയ്ക്ക് ചെയ്തു. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ആക്ച്വലി ഞങ്ങൾ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഇല്ല, ഇത് സ്പ്രെഡ് ആവത്തില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ണ് എഴുതാറില്ലാത്താണ്. സോ ദിഗംബരം കണക്കിരിക്കും. ഒന്നാമത്തെ കൺമശി താഴെ എഴുതുമ്പോൾ വീപിടിപ്പിലേക്ക് ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. ഇവിടുന്ന് ചെയ്യാതെ ഇത് കാണാനും പറ്റില്ല. ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എഴുതരുത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യാം. അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും പറഞ്ഞു ഓവർ ആക്കി ചെലവാക്കണ്ട. ആക്ച്വലി എനിക്ക് നല്ലോണം ഓൾറെഡി ഐബ്രോസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യം, ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കണ്ണുകളിലേക്ക് പോകാം. കണ്ണുകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഇവർക്ക് ഭംഗി കണ്ണാണ്. അപ്പൊ നമ്മുടെ ഫേസിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ഏതാണോ അത് എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ മേക്കപ്പിൽ ശ്രദ്ധിക്കാം. ഓക്കെ, സോ കണ്ണ് ഭംഗിയുള്ളവർക്ക് കണ്ണിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഗ്ലിറ്റർ വേണ്ട. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഈ ഒറ്റ പാലറ്റ് എൻ്റെ അടുത്തുള്ളൂ. ഞാൻ വേറെ വലിയ വാങ്ങിയാ പഴയ നേരത്തോട് പൊട്ടിപ്പോയിരുന്നു. അപ്പൊ ഞാൻ സെയിം സാധനം തന്നെ പുതിയത് വെച്ചാൽ അത് തന്നെ. എനിക്ക് ഗ്ലിറ്റർ വേണ്ട. എനിക്ക് ഇത് രണ്ട് ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ഗ്ലിറ്റർ. സോ എനിക്ക് ദാറ്റ് ഇസ് നോട്ട് ഗ്ലിറ്റർ. അതൊരു ഷിമ്മർ ഷെയ്ഡാ. ഞങ്ങൾ രണ്ട് ഗ്ലിറ്റർ എന്ന് പറയും. ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ അതൊരു സ്വീക്കൻസ് ഒക്കെ പോലെ എന്തെങ്കിലും ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഇത് ഷിമ്മറി ഒരു ഇറ്റ്സ് ഗുഡ് ഫോർ പാർട്ടി വെയർ ആൻഡ് ഓൾ. ഇത് പക്ഷേ ഇത് നമുക്ക് ഏത് ഡ്രസ് ഇട്ടാലും ഈ രണ്ട് ഷെയ്ഡ് ഓടും. ഞാൻ അങ്ങനെയാണ് ഇടല്. ഇത് നല്ലൊരു ന്യൂഡ് കളറും ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഒരു ഓറഞ്ചിഷ് കളറാണ്. നമുക്ക് ഇത് കൊടുക്കാം. കാരണം കണ്ണിന്റെ മണ്ടയ്ക്ക് ചെറിയ ഡാർക്ക്നെസ് ഉണ്ട് ആൾക്ക്. സോ ഒരു ഭയങ്കര പിഗ്മെന്റഡ് ആണ്. കുറച്ച് എടുത്താൽ തന്നെ നല്ലോണം വരും. പിന്നെ ഇപ്പൊ പറയും ഇതിനും ബ്രഷ് ഞാൻ ഇടാറില്ല. ആക്ച്വലി ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളവൈബാന്ന്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് തോന്നാറുള്ളത് ഇവിടെ വന്ന് ഞങ്ങളാണ് ഏറ്റവും ഡീസന്റ് പിള്ളേരെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഓഫീസ് വിട്ട റൂം എന്ന ജിമ്മിൽ പോയ റൂം. പുറമേ നമ്മൾ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോകുക. ഇവിടെ പല സാധനങ്ങൾ കാണാൻ കിട്ടും. അതിന്റെ പുറകിന് പോകരുത്. ജീവിതം തൊലഞ്ചു പോച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ ആൾക്കാരെ കാണും. നമുക്ക് മാത്രം കിട്ടിയല്ലോ. പക്ഷെ ഇറ്റ്സ് ഗുഡ്. ഒരു ടൈപ്പ് നോക്കിയാൽ നമ്മുടെ പാരന്റ്സ് നല്ല ഫാമിലിയിൽ ഗ്രോണപ്പ് ആയി വരുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മളെ വിശ്വസിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ അവരോടൊരു കമ്മിറ്റ്മെന്റ്സ് കാണിക്കുക. കാരണം അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വിടുന്നത്. എല്ലാവരും പറയും ലൈക്ക് കൊച്ചി അടിപൊളിയാണ്. നമ്മളൊരു മയത്തിൽ നമ്മൾ അതിനെ എൻജോയ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇവിടെ അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ എന്താ പറയുക, ഓൾമോസ്റ്റ് വി ആർ ഹിയർ ഫോർ ഒരു 3 years above ആയിട്ടുണ്ട്. സ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ വലിയ കളക്ഷൻസ് ഇല്ല. 1-2 പേര്. ഞങ്ങളിപ്പോ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ കുറച്ച് കളക്ഷൻസ്, അത്ര ആൾക്കാരുള്ളൂ. ഓഫീസ് കളക്ഷൻസ്. ഔട്ട്സൈഡേഴ്സ് ഞങ്ങൾക്ക് ഇല്ല. പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ടു ബാഡ്. കൊച്ചി ബാംഗ്ലൂരിന് സമീപമാണ്. കൊച്ചി സമീപമല്ല, പിന്നെ അതുപോലെ സമീപം അടുത്തുള്ളതെന്നാണ് അർത്ഥം. ഓക്കെ, സോറി. ബാംഗ്ലൂരിൽ നടക്കുന്ന സെയിം സാധനങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്. കൊച്ചിയിൽ നടക്കില്ല എന്നല്ല, നടന്നു നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കുറെ കാര്യങ്ങളുണ്ട്. സോ ജാഗ്രത.
ഇത്രയും വലിയ ലുക്കിലേക്ക് കള്ളവൈവാണെന്ന് വിചാരിക്കരുത്. ഞാൻ സീരിയസ്ലി പറയും, ഇപ്പോഴത്തെ ജനറേഷനിൽ പിള്ളേർക്ക് പറയാണ്, അവരിപ്പോ വരുന്നു, ദേ ഹാവ് നോ കമ്മിറ്റ്മെന്റ്സ് അറ്റ് ഓൾ. സത്യം, അവർക്കൊരു കമ്മിറ്റ്മെന്റ്സ് പോലും ഇല്ല. ലൈക്ക് ഇപ്പൊ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുകയാണെങ്കിൽ അവർ നാളെ 2 ദിവസം കഴിഞ്ഞ റിലേഷൻഷിപ്പ് ആണ് അവര്. അതെ, നമുക്കൊന്നും പറ്റുന്നില്ല, കമ്മിങ് വേർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കൈ പിടിച്ചാൽ കിട്ടില്ല. അതുപോലത്തെ ഒരു കാലമാണ് വരുന്നത്. നമ്മളെ സൂക്ഷിക്കുക, നമ്മുടെ കാര്യം നോക്കാം. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാനേ പറ്റുള്ളൂ. വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവണം, പക്ഷെ കുറച്ച് പേരോട് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളിവിടെ ഒരു 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരുടെ അപ്പുറത്തേക്ക് വേറെ ഒരാളില്ല. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് 3 years ആയെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് വീട് എടുക്കുന്നത്. ആഫ്റ്റർ 2 yearsന് ശേഷമാണ് ഞങ്ങൾ വീട് എടുക്കുന്നത്. അതിന് മുന്നേ വരെ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഓക്കെ കുറച്ച് സെറ്റിൽ ആയതിനു ശേഷമാണ് സെറ്റിൽ ആകുക, നിങ്ങളുടെ കാര്യം നോക്കുക. യു വിൽ ബി ഹൈ, യു വിൽ ബി ഹാപ്പി. ഓക്കെ, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതൊരു ബ്ലഷാ. ഇത് ഞാൻ സെപ്റ്റോയിൽ എന്തോ ഒരു ഇത് ഞാൻ സെപ്റ്റോന്ന് ഓർഡർ ഞങ്ങൾ കണ്ടപ്പോൾ അതിനകത്ത് കണ്ട ഷെയ്ഡ് ഇതല്ലായിരുന്നു. നല്ല ബേബി പിങ്ക് ഷെയ്ഡ് മതി. ഇത് നല്ല ബ്ലഷാ, എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് ഫെയർ സ്കിൻ. ഇറ്റ്സ് ലൈക്ക് ബാർബി പിങ്ക്. എനിക്ക് ബാർബി പിങ്ക് ഇഷ്ടമല്ല. ഇത് വന്നിട്ട് ഇതിന്റെ ബ്രാൻഡും കൂടിയാണ് ഓർക്കണത്. ഇൻസൈറ്റിന്റെ വാട്ടർമെലൻ. വാട്ടർമെലൻ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഇത് ഞാൻ വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റിന്റെ വാട്ടർമെലൻ. ഇറ്റ്സ് ബീൻ 1 year എന്റെ കൂടെ ഉണ്ട്. ഇതിന്റെ നടുക്ക് കിടാറ് ഇതിന് ഞങ്ങൾ പിച്ച് ചെയ്തതാണ്. പക്ഷെ ഞാനങ്ങനെ മോസ്റ്റ്ലി ഞാനങ്ങനെ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്താണ്. ഇവിടെ യൂസ് ചെയ്യും, പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് പോവുക, സൺസ്ക്രീൻ ഇടാ പോവുക. എനിക്കിതൊക്കെ വേണം, എന്നാലും എനിക്കൊരു ഫുള്ളി ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ടില്ല. ഇത്രയും സംഭവം ഇടുമ്പോഴത്തേക്കും ഐ വിൽ ബി കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴായിരിക്കും ഞാനിങ്ങനെ കോൺഫിഡന്റ് ആവുന്നത്. പക്ഷേ ഓഫീസിലൊക്കെ പോകും. പക്ഷെ അത് നല്ല കാര്യമാണ്. കോൺഫിഡന്റ് ലൈക്ക് ഡെയിലി മേക്കപ്പ് ഇങ്ങനെ ചെയ്ത് പോകുന്ന ആൾക്കാർ നല്ല കാര്യമാണ്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല. എന്നെ ഒരാൾ പറഞ്ഞാൽ മതി പൊട്ടിയിട്ടാണ് ഞാൻ അവിടെ. അത് ഓരോ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറയും. അതിപ്പോ എല്ലാവരും പറയും, ആ പുട്ടിട്ടിട്ടുണ്ടോ, അതിട്ടുണ്ടോ, ഇതിട്ടുണ്ടോ, അവർക്ക് ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ സൺസ്ക്രീൻ കൊച്ചി വന്നിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ. പക്ഷെ ഞാൻ പറയട്ടെ, സൺസ്ക്രീൻ എല്ലാം ഉപയോഗിക്കാം. ഞാൻ ഇതിലും നല്ല ടാൻഡ് ആയിരുന്നു. ഞാൻ ഓഫീസിൽ പോയി എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞാൻ ഗ്ലൂട്ടത്തൈം കുത്തി വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ഞാൻ എറണാകുളത്ത് വന്നിട്ടാണ് ഞാൻ സീരിയസ്ലി എൻ്റെ ഈ ഒരു ലൈഫ് ജേർണിൽ ഞാൻ എറണാകുളത്ത് 3 year മുന്നേ തൊട്ടാണ് ഞാൻ ഈ പറയുന്ന സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇറ്റ്സ് വർക്കിംഗ് അലോട്ട് ഇൻ മൈ ഫേസ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കും, എന്താ തേക്കണേ ചോദിക്കും. പക്ഷെ ഒന്നും തേക്കണില്ല. ഇറ്റ്സ് ലൈക്ക് എൻ്റെ സ്കിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇവിടെ ഇതിനുള്ളതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടുന്നതായിരിക്കും. ബ്ലഷ് ഇടുമ്പോൾ ചീക്ക് ബോൺസിൽ ഇടുന്നതാണ് ബെസ്റ്റ്. ലൈക്ക് നമ്മൾ ഇവിടെ അങ്ങനെ ഇടണ്ടല്ലോ, കവൾ ഇവിടെ നിന്ന് തൂത്തുക്കരുത്. ഇത് ഇടുന്ന പോലെ ഇട്ടാൽ കുഴപ്പമില്ല. പിന്നെ ഈ ബ്ലഷ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് പോയിക്കോളും. ഇത് നമ്മൾ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവിടെ ചുമന്നിരിക്കും, പക്ഷെ ഓഫീസിൽ ചിലപ്പോൾ ചുമപ്പുണ്ടാവില്ല. അതാണ് പ്രശ്നം. ബ്ലെൻഡ് ചെയ്യാം. പിന്നെ മേക്കപ്പ് ഇടുമ്പോൾ റൈറ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇട്ട പോലെയും ഭയങ്കര കുട്ടി അടിച്ച പോലെയും തോന്നില്ല. നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാം. അതെ, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ജസ്റ്റ് മൂക്കിൻ്റെ തുമ്പത്തൂടെ നമുക്ക് ഈ ഫേക്ക് ആയിട്ട് പനിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇതുപോലത്തെ സാധനത്ത് കണ്ണിൻ്റെ അടിയിൽ മൂക്കിലേക്ക് തുണി ഒപ്പം കേട്ടോ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ ബെസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് മസ്കാര സ്വയമായിട്ട് ഇടുന്നതാണ് ബെറ്റർ. എനിക്ക് ഇടാൻ അറിയില്ല, പക്ഷെ എനിക്ക് ഇവിടെ ഒരു വിങ് ഐലൈനർ വേണമെന്നുണ്ട്. അത് സ്വന്തമായിട്ട് ഞാൻ തന്നെ എനിക്ക് ഐസിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ലൈനർ ഉണ്ട് എൻ്റെ. ഞാൻ പോയി എൻ്റെ വിങ് ഇട്ടിട്ട് വന്നു. ഇനി മസ്കാര അല്ലേ, മസ്കാര. ഇത് നല്ല മസ്കാര കേട്ടോ. കുറെ നാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ആദ്യം വാങ്ങിച്ചു, ഞാൻ രണ്ടാമത് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബിക്കോസ് എനിക്ക് മസ്കാരിനെ പറ്റിയൊക്കെ നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വോളിയം തോന്നിക്കാൻ വേണ്ടിട്ട് ഒരു 2 ബ്രഷ് ഉണ്ട്. ഇത് ലെങ്തനിങ് ഉണ്ട്, വോളുമിനൈസിംഗ് ഉണ്ട്. വോളുമിനൈസിംഗ് ഉണ്ട്, ലെങ്തനിങ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ ലെങ്തനിങ് മാത്രമേ ഇടാറുള്ളൂ. ബിക്കോസ് വോളുമിനൈസ് ചെയ്ത് അത് ഭയങ്കര ഹെവി ആയിട്ട് ഹെവിയാ. ഞാനും ലൈക്ക് ലെങ്തിനുള്ളത് യൂസ് ചെയ്യാറുള്ളൂ. ആ കുഞ്ഞ് ഇതൊരു കേളർ ഉണ്ടെങ്കിൽ നല്ലതാ. കേളർ ഒരു അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആണ് ഞാൻ പറയും. കാരണം ഞാൻ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ല, പക്ഷെ ഞാൻ ഫ്രണ്ടിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐലാഷ് കേളർ വെച്ചിട്ട് കേൾ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഗ്ലാമികങ്ങ പറയുന്ന പോലെ കണ്ണൊക്കെ വിചരമ്പിച്ചിരിക്കണം. കണ്ടോ, കണ്ണൊക്കെ വിചരമ്പിച്ചു. ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാ മാർസിൻ്റെ അല്ല, എല്ലാ മാസം സോ അഫോർഡബിൾ. ഈ സാധനമൊക്കെ സ്വിസ് ബ്യൂട്ടിയാണ്. മാസം സ്വിസ് ബ്യൂട്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ ആണ്. ഒരു ലിപ്സ്റ്റിക് പറഞ്ഞുതരാം കേട്ടോ. ഇത് ലാക്മേയുടെ ഫോറെവർ മാറ്റ് വേരിയന്റിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. വന്നിട്ട് ബ്രൗൺ ഷീർന്ന അതിൻ്റെ ഷെയ്ഡ് നെയിം 34 ബ്രൗൺ ഷീർ. ഇത് ഒരു മീഡിയം ടു ഫെയർ സ്കിന്നോടൊക്കെ ഓക്കെ ആവത്തുള്ളൂ. കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഞാൻ ഇട്ടിക്കുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇവക്കും വേറെ ഷെയ്ഡായിരിക്കും എന്നെ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ലിപ് പിഗ്മെന്റേഷൻ ആൻഡ് സ്കിൻ ടോൺ അതനുസരിച്ചിട്ട് വേരി ചെയ്യും സംഭവം. പക്ഷെ നിങ്ങൾക്ക് ഒരു ബ്രൗൺ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഓഫ് ആണ് വരുന്നത്. റെഡ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ന്യൂഡ് ഷെയ്ഡാ. ഇഷ്ടമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അത് മിന്ത്രയിലൊക്കെ നല്ല റേറ്റ് കുറവാണ്. 200 സംതിങ്ങിനൊക്കെ കിട്ടും. ഓക്കെ, ഈ മാസത്തിൽ ലിപ് ലൈനറാണ്. അതിന് ഞങ്ങൾ തീർത്തുറേ. ഇതിൻ്റെ 3rd one ആണ്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ലിപ് ലൈനറാ. ഇത് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ഞാൻ ഇതിന്റെ യൂസ് ചെയ്യും. ബ്രൗൺ ആണോ ഷെയ്ഡിന്റെ പേര്? സ്കാൻഡലേഷ്യസ് ബ്രൗൺ. ഇനി മറ്റു ലിപ്സ്റ്റിക് ആയോ? ഇത് ഞാൻ തന്നെ ഇടുന്ന നല്ലത്.
ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, ഐലൈനർ ഒന്നും ഞാൻ ആക്കി കൊടുക്കാറില്ല. ചെറിയൊരു കളർ ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എണ്ണ പലഹാരമൊക്കെ കഴിച്ചാൽ പോകും, എന്നാലും ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കണ്ടോ ഫേസ് ഒക്കെ സെറ്റ് ആയില്ലേ? ആദ്യം എടുത്തതിലും ഇപ്പൊ എടുത്തതിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, ഇത് ഒരു നോർമൽ ലുക്കാ, ഇതൊരു പുട്ടിയല്ല. ദിസ് ഇസ് നോട്ട് ഇത് നമുക്കൊരു ഓഫീസ് ലുക്ക്, ഓഫീസ് കോളേജ് ജസ്റ്റ് ഒരു എത്നിക് ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലാണെങ്കിലും ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സ്കിൻ കൺസേൺസ് വേരി ചെയ്യും. ഇപ്പൊ ഇവളെ സംബന്ധിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല, പക്ഷെ ആക്ച്വലി എനിക്ക് ഈ ഒരു പോർഷനിൽ പ്രശ്നമുണ്ട്. ഇവിടെ പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ട്. സോ അതനുസരിച്ച് ഈ പറയുന്ന കളർ കറക്റ്റർ, കൺസീലർ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്കുണ്ട്, സാധാരണ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പോർഷനിൽ എനിക്കുണ്ട് ആ ഒരു ചെറിയ പിഗ്മെന്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ലൈറ്റും കാര്യങ്ങളും അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്, സോ ആ ഒരു പോർഷനിൽ വരും. പിന്നെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇവൾക്ക് വാങ്ങിയ സ്കിൻ ടോണിന് ചേർന്ന ഷെയ്ഡാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സാൻഡി ഫിനിഷ് വരുന്ന ഒരു സ്കിൻ ടെക്സ്ചർ ആണ് വരുന്നത്. അപ്പം എനിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു 04 ഒക്കെ ഓക്കെയാണ്. 04 ഒക്കെ എനിക്ക് ഓക്കെയാണ്. ഇത് ഓക്സിഡൈസ് ആവുന്ന സമ്മറല്ലേ, ഓക്സിഡൈസ് ആവും. ഇപ്പൊ ഞാൻ തന്നെ 02 എടുത്താലായിരുന്നു എന്റെ സ്കിന്നിന് ഓക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 03 ഫൈൻ, ഓക്കെയാണ്. ഓക്സിഡൈസ് ആവുമ്പോൾ ഇച്ചിരി ഡള്ളായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഫൈൻ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്, കമന്റിലും ഞാനിന്ന് ഉപയോഗിക്കാറില്ല. സോ എങ്ങനെയുണ്ട്? പക്ഷേ നല്ല വൃത്തിക്കല്ലേ ഇരിക്കുന്നത്? I'm looking pretty. Of course you are pretty. Thank you. Okay. Bye guys. ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം വേണമെങ്കിൽ വേറെ നിങ്ങൾ പറയുക. പിന്നെ എനിക്ക് വേറെ ലൈക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗെയിംസ് വീഡിയോസ് ഒക്കെ എടുക്കാം. Who knows me better? ഇവളിടയ്ക്ക് വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഗെയിം കളിക്കാതെ കുറെ ക്വസ്റ്റ്യൻസ് കൊണ്ട് വരും. അപ്പൊ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്റെ അങ്ങനെ ഒരു കോമ്പോ ഇഷ്ടമായി.